ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്താ വെച്ചാൽ ഗുഡ് ഈവനിങ് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങി എണീറ്റിട്ട് വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മലമ്പുഴ ഫ്ലവർ ഷോയിലേക്ക് പോയി. എപ്പോഴാണ് പോയത്? കഴിഞ്ഞ ശനിയാഴ്ച പോയതാണ്. അതിന് ശേഷം വീഡിയോ നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയത്. അപ്പോൾ പോകുമ്പോൾ തന്നെ പോയതും നല്ല തിരക്കുണ്ടായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ടൂ വീലറിലാണ് പോയത്. ടൂ വീലർ വെച്ചത് ഗാർഡൻ്റെ പാർക്കിൻ്റെ കുറേ ദൂരെയാണ് ടൂ വീലർ വെച്ചിട്ട് നടന്ന് പോയത്. അത്രയും തിരക്കായിരുന്നു. പിന്നെ സ്കൂൾ കുട്ടികളുടെയും ടൂർ വരുന്നവരുടെ ബസ്സും അത്രയും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അകത്ത് കയറി. ഹസ്ബൻഡ് ആരെയൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആരൊക്കെയോ വിളിച്ചു, അവർ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾ എൻട്രൻസ് കണ്ടറിയാൻ ഭയങ്കര തിരക്കുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അകത്ത് പോയി ഭയങ്കര കണ്ണിന് ഭയങ്കര കാഴ്ച, നല്ല സുഖമായിരുന്നു കാണാൻ. എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് മലമ്പുഴ ഗാർഡൻ കാണുന്നത്. അപ്പം ഞങ്ങൾ നേരെ കുറച്ച് ദൂരം പോയിട്ട് അല്ല, അകത്ത് കയറി കുറച്ച് പോയതും നമ്മൾ ചായ കാപ്പി അങ്ങനെ ഈ ഷോപ്പില്ലേ, സ്റ്റോളുകളായിരുന്നു. എന്താ വെച്ചാൽ സാധാരണ ഉണ്ടാവാറില്ല മലമ്പുഴ ഗാർഡൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ആ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്, ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് കുറേ ചായ കാപ്പി സ്നാക്സ് ഡ്രിങ്ക്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയതും ചായ കുടിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തുനിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നേരെ ചായ കുടിക്കാൻ പോയി. എനിക്കൊരു തലവേദന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയതും ആദ്യം ചായ കുടിക്കാൻ കയറിയിട്ട് അതിൻ്റെ അകത്ത് തന്നെയാണ് ചായ കുടിച്ചിട്ട് പിന്നെ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. ഈ സ്റ്റോളിൻ്റെ അടുത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അതൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചായ കുടി കഴിഞ്ഞിട്ടാണ് നേരെ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര എന്താ പറയുക, ഞാനിന്ന് രാത്രി ഇതുവരെ വന്നിട്ടില്ല പാർക്കിൻ്റെ ഉള്ളിൽ, മലമ്പുഴ ഗാർഡൻ്റെ ഉള്ളിൽ. പൊതുവേ ഞങ്ങൾ രാത്രി എത്ര നമ്മൾ ജനിച്ച് വളർന്ന താമസിക്കുന്ന സ്ഥലമാണെങ്കിലും നമ്മൾ രാത്രി വന്നിട്ടില്ല. രാത്രി കാണുന്നതിൻ്റെ ഒരു വൈബാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫ്ലവേഴ്സ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഫ്ലവേഴ്സ് ആ ലൈറ്റിൻ്റെ ഓരോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ വെളിച്ചവും അതെല്ലാം കൂടി ഈ ഫ്ലവേഴ്സിൻ്റെ ഭംഗിയും എല്ലാം കൂടി പൂക്കളുടെ ഭംഗിയും എല്ലാം കൂടി ആകുമ്പോൾ വേറൊരു വൈബായിരുന്നു കാണാൻ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. കുറേ ഫോട്ടോ എടുക്കാനുണ്ട് അവിടെ. നമ്മളെ ഫോട്ടോ അല്ല, സെൽഫി അല്ല, അല്ലാതെ തന്നെ ഗാർഡൻ നമുക്ക് പൂക്കളും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് പോകും, അത്ര ഭംഗിയുണ്ടായിരുന്നു. ഇതിന് മുമ്പൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഞാനും കണ്ടിരിക്കുന്നത് ഊട്ടിയിലൊക്കെയാണ്. അതിനേക്കാളും എനിക്ക് ഭംഗിയായിട്ട് തോന്നി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളും കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. മകനാണെങ്കിൽ പോവാന്ന്, കാരണം അവന് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. അവന് പാർക്കോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പാർക്കിൽ ഇങ്ങനെ ഓടിക്കളിക്കുക ചാടിക്കളിക്കുകയൊക്കെ ആണെങ്കിൽ അവന് ഇത്തിരി കുഴപ്പമില്ലായിരിക്കും. ഇതിപ്പോൾ പൂക്കൾ കാണുമല്ലോ, അവൻ അധികം വലിയ സുഖമായിട്ട് തോന്നണില്ല. പിന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് തരാൻ ആരുമില്ല. നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുത്ത് തരാൻ ആരുമില്ല. അപ്പോൾ നമ്മൾ കുറേ പേര് അറിയാത്തവരത് അവിടെ ഇരിക്കുന്ന കുറേ പേര് എടുത്തണം. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞത്, കാരണം നമ്മൾ ഫോട്ടോ എടുത്ത് പോകും, അത്ര ഭംഗിയാണ് അവിടെ ഈ പൂക്കളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ വെള്ളം പോകുന്നവിടെയൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയില്ല, പാർക്കുണ്ടല്ലോ, നേരെ അത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ പോയി. കാരണം മകൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അമ്മ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ ആദ്യമൊന്നും ഒറ്റയ്ക്കാണെങ്കിൽ പാർക്കിൽ കളിക്കില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് വലുതായപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും അവൻ വെറുതെ ഇരിക്കില്ല, ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവനെ കുറേ നേരം കളിപ്പിച്ചു. പിന്നെ രാത്രി ഒരു 8:45 ആയി, ഒരു 9 ആവാറായി തോന്നുന്നുണ്ട്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്